ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്നൊരു ചൈനീസ് വിഭവമായാലോ? ചിക്കൻ കൊണ്ട്. ഇതിന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ചിക്കൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. 1 kg ചിക്കൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് വേണ്ടത് സെലറി തണ്ട്. ഇത്തരത്തിലുള്ള സെലറി തണ്ട് 6 എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത്, അതും ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് 6 വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയുടെ 6 അല്ലി എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഡാർക്ക് സോയാ സോസ് ഒരു 1.5 സ്പൂൺ നമുക്ക് ചേർക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ അത് 3/4 ടീസ്പൂൺ ചേർക്കാം. സോയാ സോസും ടീസ്പൂൺ ആണ്, 1.5 ടീസ്പൂൺ. ഇത് 3/4 ടീസ്പൂൺ. പിന്നെ ഇതിനൊരു പൗഡർ, ഇത് ചിക്കൻ ബുലിയോൺ എന്ന് പറയുന്ന ഒരു പൗഡറാണ്. അത് ഇതുപോലെ ഒരു കവർ നമുക്ക് മേടിക്കാം, ചേർക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ കുറച്ച് സോൾട്ട്, കുറച്ച് മതി, നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്. ഇത്രയാണ് ഇതിന് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഇത് മിക്സ് ചെയ്യേണ്ട, ഇത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്കത് കാണാം ഇതെന്ത് ചെയ്യണമെന്നുള്ളത്. നമുക്ക് മിക്സ് ചെയ്യാമോ? ഇത് രണ്ടും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് 1.5 എടുത്തിട്ടുണ്ട്. പൗഡർ 3/4 എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് ഒരു കവറും വേണം. ഇതങ്ങ് മിക്സ് ചെയ്യണം. സോൾട്ട് ശകലം ഞാനിതിൽ തൂകിയിട്ടുണ്ട് ചിക്കനിൽ. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് പുരട്ടി വെച്ച ചിക്കൻ 1 മണിക്കൂറായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു സോസ് റെഡിയാക്കണം, മിക്സ് ചെയ്ത് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രോത്ത് എടുത്തിട്ടുണ്ട്. അത് വന്ന് 1/2 കപ്പാണ് ഇതിലെടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വേണം. പിന്നെ ഇതിലൊരു സോസ് ചേർക്കാനുണ്ട്. അത് ഓയിസ്റ്റർ സോസാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കേണ്ടതുണ്ട്. ഇച്ചിരി വരാൻ പ്രയാസമുള്ള സാധനമാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഡാർക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കണം. ഡാർക്ക് സോയാ സോസ് അത് 1 ടേബിൾ സ്പൂൺ. നേരത്തെ നമ്മൾ ചേർത്തായിരുന്നു. ഇതിലും 1 ടേബിൾ സ്പൂൺ ചേർക്കണം. പിന്നെ വേണ്ടത് സാദാ സോയാ സോസ്, ലെസ് സോഡിയം സോയാ സോസാണ്. ഇത് 1 ടേബിൾ സ്പൂൺ. ഇതൊരു ടേബിൾ സ്പൂൺ. ഇത്രയും കൂടി. ഇതാണ് നമ്മളൊരു മിക്സ് ചെയ്ത എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പം നമുക്കത് തുടങ്ങാം. ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ അവക്കാഡോ ഓയിൽ ചേർത്തിട്ടുണ്ട്. അവക്കാഡോ ഓയിൽ ചൂടായി. ഇനി ആ ഗാർലിക്ക് നമുക്കിടാം. ഗാർലിക്ക് ഇട്ടിട്ട്, ഗാർലിക്ക് ഫ്രൈ ഒന്നും ആവണ്ട, ഗാർലിക്ക് ഒന്ന് ആ പച്ചപ്പ് മാറണം, അത്രയേ ഉള്ളൂ. ഒന്ന് വാടണം. അത് വാടുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഒന്ന് വാടട്ടെ അല്ലേ. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് ഈ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കാവണം. ഫുൾ കുക്കാവണ്ട, ഹാഫ് കുക്കാവണം. അടുത്തത് നമുക്ക് സെലറി ഇടാം. സെലറിയും ഇച്ചിരി വേവുള്ള സാധനമാണ്, അതുകൊണ്ട് അത് ചിക്കനൊപ്പം വെന്തോളും. സെലറി ഇടാം. സെലറി ഇല്ലെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് നമുക്കിടാം. സെലറി തന്നെ വേണമെന്നില്ല, സെലറിക്ക് പകരം ഗ്രീൻ ക്യാപ്സിക്കം ചേർക്കാം. ഇനി സെലറി ഇതും കൂടെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി,
പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിരുന്ന സോസ് അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ കോൺ സ്റ്റാർച്ച് അത് അതൊന്ന് കലക്കി, കോൺ സ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കി 2 ടേബിൾ സ്പൂൺ കലക്കി അത് ഒഴിക്കുകയാണ്. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തോട്ടെ. ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശകലം ഷുഗർ, അത് കുറച്ച് ഷുഗർ ചേർത്താൽ മതി. അങ്ങനെ ലാസ്റ്റിൽ കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ ഒഴിക്കണം. പിന്നെ ഈ ബ്ലാക്ക് പെപ്പർ ചിക്കൻ ഇങ്ങനെയാണ് ഇരിക്കാൻ, കുറച്ച് ലിക്വിഡ് വേണം. വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്, അപ്പോൾ അതിന് കുറച്ച് ലിക്വിഡ് വേണം. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ബൈ.